സങ്കടങ്ങളിൽ നിന്നും എല്ലാ പ്രയാസങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും മനുഷ്യ സമൂഹം കരകയറിയത് ആ കൂട്ടായ്മയിൽ നിന്ന് കൂടിയാണ്. ആ കൂട്ടായ്മ ഉണ്ടാകുമ്പോഴാണ് കലയും സാഹിത്യവും ഉണ്ടാകുന്നത്. ആ കൂട്ടായ്മയെ ചേർത്ത് പിടിക്കുന്ന മഹനീയമായ ദൗത്യമാണ് കലാകാരന്മാരും സാഹിത്യകാരന്മാരും എഴുത്തുകാരും ഉൾപ്പെടെയുള്ള എല്ലാവരും ചെയ്യുന്നത്. അവർ കഴിഞ്ഞ കാലത്തെക്കുറിച്ചും വരാനുള്ള കാലത്തെക്കുറിച്ചും വർത്തമാനത്തെക്കുറിച്ചും എല്ലാം അവർ സംസാരിക്കുകയും എഴുതുകയും ചെയ്തുകൊണ്ടിരിക്കും. തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടേണ്ട ആശയങ്ങൾ, കലകൾ, നമുക്കറിയാം, നമ്മുടെ പാരമ്പര്യ കലകൾ അതെല്ലാം നിലനിർത്തേണ്ടതാണ്. എല്ലാം പരമ്പരാഗതമായ എല്ലാം നിലനിർത്തേണ്ടതാണ്. ഞാൻ ചില അമ്മമാരോട് പരാതി പറയും. ചില അമ്മമാർക്ക് അവർ പ്രത്യേകമായ ഡിഷ് ഉണ്ടാകും, പ്രത്യേകമായ ഭക്ഷണം അവർക്ക് മാത്രം ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. പക്ഷെ അവരുടെ മക്കൾക്ക് അവരത് പകർന്നു കൊടുക്കുന്നില്ല. ആ മക്കളെ കൊണ്ട് കൂടിയോ അല്ലെങ്കിൽ മകന്റെ ഭാര്യയായിട്ട് വരുന്ന ഒരാൾക്കെങ്കിലും ആ ഒരു ഭക്ഷണത്തിന്റെ പ്രത്യേകത പറഞ്ഞു കൊടുക്കാൻ കഴിയണം. അതും നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമാണ്. ഭക്ഷണം എന്ന് പറയുന്നത് നമ്മുടെ ഒരു കൾച്ചറിന്റെ ഭാഗമാണ്. നമ്മുടെ ആ ഒരു കൾച്ചറൽ ലെഗസി, നമ്മുടെ ഒരു സാംസ്കാരിക പാരമ്പര്യം അത് നിലനിർത്തുക. അത് നിലനിർത്താൻ ഏറ്റവും വലിയ സംഭാവനകൾ ചെയ്യുന്നത് പുസ്തകങ്ങളാണ്. നമ്മൾ നമ്മുടെ പിന്നിലേക്ക് നടക്കുമ്പോൾ നമ്മുടെ പാരമ്പര്യത്തെക്കുറിച്ച് നമുക്ക് ബോധ്യപ്പെടാനുള്ള കാര്യങ്ങളെല്ലാം എല്ലാ തലമുറകളും വളർന്നു വന്നത് അങ്ങനെയാണ്. നമ്മുടെ എല്ലാം കഴിഞ്ഞുപോയ തലമുറകൾക്ക് അവകാശപ്പെട്ടത് ഈ തലമുറ